ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇന്നൊരു കുഞ്ഞ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ പോവുകയാണ്, മീൻ മേടിക്കും. പിന്നെ ഒന്ന് പാർക്കിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പം നമുക്ക് അതെന്താണെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പം നമ്മൾ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഷർക്കിലുള്ള മീൻ മാർക്കറ്റിലാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ ചെറിയ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ. കണ്ട മലയാളികളാണ് മീൻ പിടിക്കാൻ പോയിട്ട് വന്ന് കിടക്കുന്നതാണ്. ബോട്ടുകൾ എല്ലാം മീൻ പിടിക്കാൻ പോയിട്ട് വന്ന് കിടക്കുന്നതാണ്. നോക്കിയ മലയാളികളുണ്ട്, ബംഗാളികളുണ്ട്, എല്ലാവരും ഉണ്ട്. നോക്കി അവരുടെയൊക്കെ കഷ്ടപ്പാട് കണ്ട. നമ്മുടെ നാട്ടിലോട്ടില്ലേ കണ്ടിട്ട്. അപ്പോഴത്തേ നമ്മുടെ മീൻ മേടിക്കാനായിട്ട് മീൻ മാർക്കറ്റിൽ കയറി പോവാണേ. ഇതേ പഴങ്ങൾ വേണോ? ഏതൊക്കെ പഴങ്ങൾ വേണം നോക്കി. ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല കണ്ടോ. പഴങ്ങൾ നോക്കി, നമ്മുടെ നാട്ടിലെ പഴമാണ്. നോക്കി കുഞ്ഞു തക്കാളി കണ്ടോ. ലേലത്തിനുള്ള മീനുകളാണ് കിടക്കുന്നത് കണ്ടോ. വെച്ചേക്കുന്നുണ്ട്. ലേലത്തിനുള്ള മീനുകളാണ്. വൈകുന്നേരം ആകുമ്പോൾ ലേലം വിളിക്കും. നമ്മുടെ നാട്ടിലെ നീരാളിയില്ലേ, നീരാളി ഇരിക്കണുണ്ടോ. ഇത് നോക്കി താഴത്ത് കണ്ട് നോക്കി ഉണ്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം എടുത്തിട്ടുണ്ട്. കണവ എടുത്തിട്ടുണ്ട്, മീൻ
നീരാളിയും വാങ്ങിച്ചിട്ടുണ്ട്. 1 കിലോ ഇത് 1 കിലോ എടുത്തിട്ടുണ്ട്. ഇവിടത്തെ മത്തിയല്ലേ ചേട്ടാ? അല്ല, ഇത് മറ്റേ സൗദിന്റെ മത്തിയാണ്. ഉപ്പില്ലാത്ത മത്തി. എടുക്കട്ടെ 1 കിലോ. അപ്പോൾ 1 കിലോ എടുക്കും. 1 കിലോ മതി. 1 കിലോ എന്ത് ചെയ്യുന്നു? 1 കിലോ മതി. 2 കിലോ കൊണ്ടിരിക്കും. 2 വരെ ഉള്ളൂ. അപ്പോൾ 1 കിലോ മതി. അപ്പോൾ നല്ല സൈസ് സാധനം. 1 കിലോ മതി ചേട്ടാ. എടുക്കട്ടെ. പിന്നെ വരാൻ 1 കിലോ മതി. അപ്പോഴത്തെ മീനൊക്കെ വാങ്ങിച്ചപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് കണ്ടോ, വലിയ പാര, നമ്മുടെ നാട്ടിലെ പാരയല്ലേ ചേട്ടാ? വറ്റ വലിയ കിലോ 1 ദിനാറ്. നല്ല വറ്റ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതേ ഞങ്ങൾ ഞണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഇതേ മാന്തളുണ്ട്, നല്ല മാന്തളുണ്ട് കേട്ടോ. മാന്തളൊക്കെ ഉണ്ട്. കുഞ്ഞു ബോട്ടുകൾ കണ്ടോ കിടക്കുന്നത്? കുഞ്ഞു ബോട്ടുകൾ കണ്ടോ? നിറയെ ഉണ്ട്. നോക്കി, ഒരുപാടുണ്ട് കണ്ടോ. ഇവിടെ പണ്ടൊരു മീൻ വന്നിട്ടുണ്ട്, വലിയൊരു, അയ്യോ, സ്രാവ്. ഈ ബോട്ടിലാണ് കറങ്ങാൻ ആൾക്കാരൊക്കെ പോകുന്നത്. വെള്ളിയാഴ്ചയൊക്കെ നല്ല തിരക്കായി. വ്യാഴവും വെള്ളിയൊക്കെ. ഇപ്പോഴൊന്നും ഇവിടെ ആരുമില്ല. ഇന്ന് ഇടവിട്ടുള്ള സമയമായതുകൊണ്ട് ആരുമില്ല ഇപ്പോൾ കേട്ടോ. ഇതേ നോക്കി, ഇവിടുത്തെ പൂച്ചേൻ്റെ വലിപ്പം കണ്ടോ? എന്തോ ഒരു വലിപ്പം നോക്കി. മീനൊക്കെ തിന്ന് വരുത്ത ഒരു പൂച്ചക്ക് ഒരു പുലിക്കുട്ടീൻ്റെ അത്ര ഇല്ലേ കണ്ടോ? വാടാ, മീൻ തരാം. എന്തേ മീനുണ്ട്, വായോ. ബാബാ, പാവമുണ്ട്, തണുപ്പടിച്ചിട്ട് പാറപ്പുറത്ത് കയറി ഇരിക്കുവാണേ. അപ്പോൾ നമ്മുടെ സിറ്റിക്ക് വന്നതാണ്. അപ്പോൾ ഒന്ന് ബീച്ചിലോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടുത്തെ ബീച്ചൊക്കെ ഒന്ന് കാണാമേ. നാട്ടിലെ പോലെയൊന്നുമല്ല, ആളൊക്കെ കുറേ ഈ സമയത്ത് ഇപ്പോൾ ആളൊക്കെ കുറവാണേ. നമ്മുടെ നാട്ടിലെ പോലെ തിരയൊന്നുമില്ല, വലുതായിട്ടുള്ള തിരയൊന്നുമില്ല. കണ്ട, പുതിയ ഒരു പാലം വന്നിട്ടുണ്ട്. കടലിൻ്റെ നടുക്കൂടുള്ള പാലമാണ് അങ്ങ് കാണുന്നത്. ദൂരത്ത് നോക്കി, കടലിൻ്റെ നടുക്കൂടുള്ള ഒരു ഏറ്റവും വലിയൊരു പാലം ഇവിടുത്തെ. കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും അങ്ങോട്ട് പോകാമേ, കടലിൻ്റെ അടുത്തോട്ട് പോവാം. കുറച്ച് ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ. ഇത് കണ്ടോ, രാവിലെയൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ വെള്ളമുണ്ട്. വെള്ളം ഇതുവരെയൊക്കെ വരും. ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടേ വെള്ളം കുറേ. ഇതുവരെയൊക്കെ വെള്ളം ഇനി കയറിയിട്ട് പിന്നെ അങ്ങോട്ട് ഇറങ്ങുന്നതാണ്. നമ്മൾ നാട്ടിലാണെങ്കിൽ നല്ല തിരയല്ലേ. ഇപ്പോൾ ഇവിടെ കണ്ടോ, അധികം തിരയൊന്നുമില്ല. പാലം കണ്ടോ കാണുന്നതേ, കടലിൻ്റെ നടുക്കുള്ള പാലം കണ്ടോ? വലിയ പാലം അങ്ങനെ കടന്നു വന്നിട്ടാണ്.
മറ്റേ നോക്കി ഇങ്ങ് മേലെ ഒരു വെള്ളം ഉണ്ടായിരുന്നേ, വെള്ളം അങ്ങോട്ട് വലിഞ്ഞു പോയതാണ്. ഇപ്പോൾ താഴോട്ട് പോയതാണ്. ഇവിടെയൊന്നും ഇപ്പോൾ ആരും ഇല്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളേ. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ 5 മണിയൊക്കെ ആകുമ്പോൾ ആൾക്കാർ